ഇറ്റാലിയൻ മോട്ടോർ ബ്രാൻഡായ ഡുക്കാട്ടി, അതിൽ തന്നെ ഓൾ ടെറൈൻ കിങ് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഓഫ് റോഡിലും ഓൺ റോഡിലും ഒരേപോലെ നിങ്ങൾ പെർഫോമൻസ് തരുന്ന ഒരു റോക്കറ്റായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. ഡുക്കാട്ടി സ്ക്രാംബ്ലർ ഐക്കൺ. സോ BS4 BS6 എഡിഷനിൽ രണ്ട് വണ്ടികൾ ഇത് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് സ്റ്റോക്കിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ടു വീൽസ്. സോ ഗൈസ്, ആദ്യമായിട്ട് ഈ വണ്ടിയുടെ ഡിസൈനെ പറ്റി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ മിനിമൽ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഡുക്കാട്ടി ഈ വണ്ടിക്ക് നൽകിയിട്ടുള്ളത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, വളരെ സിമ്പിളാണ് വണ്ടി കാണാനായിട്ട്. പക്ഷേ അതിൽ തന്നെ ഇത്രയും പവർഫുൾ ആയിട്ടുള്ളൊരു മെഷീനായിട്ട്, ഇത്രയും പവർഫുൾ ആയിട്ടുള്ളൊരു എഞ്ചിനാണ് ഈ വണ്ടിയിൽ നമുക്ക് തരുന്നത്. ഇപ്പോൾ ഒരു ഹൈവേയിൽ നമുക്ക് ക്രൂയിസിങ് ചെയ്ത് പോകാനാണെന്നുണ്ടെങ്കിൽ വളരെ അനായാസമായി തന്നെ നമുക്ക് ക്രൂയിസിങ് ചെയ്ത് പോകാനുള്ള ഒരു ക്യാപ്പബിലിറ്റി ഈ വണ്ടിക്ക് ഉണ്ട്. ഇനിയിപ്പോൾ സിറ്റി റൈഡിനാണ് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വളരെ ഹാൻഡി ആയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു രീതിയിലാണ് ഈ വണ്ടിയുടെ ഡിസൈനിങ് വന്നിട്ടുള്ളത്. അത്യാവശ്യം നന്നായിട്ട് ഓഫ് റോഡും ചെയ്യാനുള്ള ഒരു സ്പേസ് ഈ വണ്ടിയിലുണ്ട്. അത്യാവശ്യം ഹൈറ്റ് കുറഞ്ഞ ആളുകൾക്കും നല്ല പ്ലാന്റഡ് ഫുഡ് നൽകുന്ന ഒരു ഹൈറ്റ് ഈ വണ്ടിക്കുള്ളൂ. ഇനി ഈ വണ്ടിയുടെ ഫ്രണ്ട് പാർട്ടിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ വളരെ ഷോർട്ടായിട്ടുള്ള, വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു മഡ്ഗാർഡാണ് ഈ വണ്ടിയിൽ വരുന്നത്. മഡ്ഗാർഡിൻ്റെ ഫ്രണ്ടിലായിട്ട് ഡുക്കാട്ടി ഒരു ബാഡ്ജിങ് നമുക്ക് കാണാം. ഇനി വണ്ടിയുടെ ബ്രേക്കിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ബ്രെംബോയുടെ ബ്രേക്കിംഗ് സിസ്റ്റമാണ് ഈ വണ്ടിയിൽ വന്നിട്ടുള്ളത്. ഹാലജൻ ഹെഡ്ലൈറ്റ് ആണ് ഇതിൽ വരുന്നത്. അതിന് ചുറ്റും വരുന്ന LED റിംഗ് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫീച്ചർ തന്നെയാണ് ഈ വണ്ടിയിൽ. അതിനുശേഷം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വണ്ടിയുടെ ഡയല് വളരെ മിനിമൽ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഈ വണ്ടിയുടെ എടുത്തു പറയേണ്ട ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ ഹാൻഡിൽ ബാറാണ്. വളരെ വൈഡായിട്ട് ടോളർ ആയിട്ടുള്ള ഒരു ഹാൻഡിൽ ബാറാണ് ഈ വണ്ടിയിൽ വരുന്നത്. ഈ ഒരു ഷേപ്പിൽ ഈ ഒരു വണ്ടിക്ക് ഈ ഒരു റൈഡിങ് കംഫർട്ട് തരുന്നത് തീർച്ചയായിട്ടും ഈ വണ്ടിയുടെ ഹാൻഡിൽ ബാർ തന്നെയാണ്. ഇനി ഹാൻഡിൽ ബാറിലെ സ്വിച്ചസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ഹെഡ്ലൈറ്റിൻ്റെ ഹൈ ബീം ലോ ബീം സ്വിച്ച് വരുന്നുണ്ട്. അതേപോലെ ഇതിലെ ഓപ്ഷൻസ് നമ്മൾ ചേഞ്ച് ചെയ്യാനുള്ള ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഇൻഡിക്കേറ്റേഴ്സ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഹോണിംഗ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി റൈറ്റ് സൈഡിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ എൻജിൻ ഇഗ്നിഷൻ, അതേപോലെ കിൽ സ്വിച്ച് വരുന്നത് ഇവിടെയാണ്. നമുക്ക് DRL ഒരു കൺട്രോളിങ് ഇവിടെ വരുന്നുണ്ട്. DRLൻ്റെ ബ്രൈറ്റ്നസ് കൂട്ടാനും കുറക്കാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഹസാർഡ് ലൈറ്റിൻ്റെ സ്വിച്ചും ഇവിടെയാണ് വരുന്നത്. എൻജിൻ സ്റ്റാർട്ടിങ്, ഇനി വണ്ടിയുടെ ഫ്യൂൽ ടാങ്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ക്രാംബ്ലർ ഡുക്കാട്ടി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബാഡ്ജിങ് അവിടെ നമുക്ക് കാണാവുന്നതാണ്. താരതമ്യേന സൈസ് കുറഞ്ഞൊരു ടാങ്കാണ് ഈ വണ്ടിയിൽ വന്നിട്ടുള്ളത്. 13.5 ലിറ്ററാണ് ഈ വണ്ടിയുടെ ഫ്യൂൽ കപ്പാസിറ്റി വരുന്നത്. ഇനി ഈ വണ്ടിയുടെ എൻജിൻ പാർട്ടിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ എൽട്വിൻ എൻജിനാണ് ഇതിൽ വരുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇതിൽ L ഷേപ്പിലൊരു ഡിസൈൻ ഇവർ ചെയ്തിട്ടുണ്ട്. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഈ വണ്ടിയിൽ വന്നിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് എൻജിൻ കവറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡുക്കാട്ടിയുടെ ഒരു ബാഡ്ജിങ് വന്നിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പാർട്ട് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ബെൻ പൈപ്സ് ആണ്. ബെൻ പൈപ്സ് പുറത്തേക്ക് ബൾജ് ചെയ്ത് നിൽക്കുന്ന ഒരു ടൈപ്പിലാണ് ഇതിൻ്റെ ബെൻ പൈപ്സ് അവർ ക്രമീകരിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് തുടർച്ചയായിട്ട് വരുന്ന വളരെ ഷോർട്ടായിട്ടുള്ള എക്സോസ്റ്റ്, അത് ഈ വണ്ടിക്ക് ഒരു മാരക ലുക്ക് നൽകുന്ന ഒരു പാർട്ട് തന്നെയാണ്. ഈ വണ്ടിയുടെ സീറ്റിംഗ് വരുന്നത് ഷോർട്ട് സീറ്റിംഗ് ആണ് വണ്ടിയിൽ അവർ ചെയ്തിട്ടുള്ളത്. റൈഡറിന് വളരെ കംഫർട്ട് നൽകുന്ന ഒരു സീറ്റിംഗ് പൊസിഷൻ തന്നെയാണ് ഈ വണ്ടിയിൽ വന്നിട്ടുള്ളത്. ഇനി പില്ലിനാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സീറ്റിംഗ് ഈ വണ്ടി നൽകുന്നുണ്ട്. ഓഫ് റോഡിനും ഓൺ റോഡിനും ഫിറ്റ് ആവുന്ന രൂപത്തിലുള്ള സസ്പെൻഷനാണ് ഈ വണ്ടിയിൽ വന്നിട്ടുള്ളത്. പിന്നെ ഈ വണ്ടിയുടെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ വണ്ടിയുടെ ഈ ബാക്ക് പാർട്ട് തന്നെയാണ്. ഈ സീറ്റിൻ്റെ എൻഡിൽ നമുക്ക് ഡുക്കാട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാഡ്ജിങ് നൽകിയിട്ടുണ്ട്. അതിനുശേഷം വണ്ടിയുടെ ബ്രേക്ക് ലൈറ്റ്സ് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ബ്രേക്ക് ലൈറ്റ്സ് ആണ് വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം വണ്ടിയുടെ ടൈലൻഡിൽ ഡുക്കാട്ടിയുടെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ബാക്ക് പാർട്ടിൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പാർട്ട് എന്താണെന്ന് വെച്ചാൽ വണ്ടിയുടെ ഹഗ്ഗറാണ്. സിംഗിൾ സൈഡർ ആയിട്ടുള്ള ഒരു ഹഗ്ഗറാണ് ഈ വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത്. ഹഗ്ഗറിൽ തന്നെയാണ് നമ്മുടെ വണ്ടിയുടെ ബാക്ക് നമ്പർ പ്ലേറ്റ്സ് മൗണ്ടിങ് വരുന്നത്, അതിൽ തന്നെയാണ്.
സോ ഇത്രയൊക്കെയാണ് ഡുക്കാട്ടി സ്ക്രാംബ്ലറിൻ്റെ ജനറൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ്. ഇനി നമ്മുടെ കയ്യിൽ സ്റ്റോക്കുള്ള 2 വണ്ടികൾ ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. നമ്മുടെ അടുത്ത് BS4 എഡിഷനിൽ 2017 മോഡൽ 7500 കിലോമീറ്റേഴ്സ് മാത്രം ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പുള്ള വണ്ടി ഇതാ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. ആ വണ്ടിയുടെ നമ്മൾ പ്രൈസിങ് ചെയ്തിട്ടുള്ളത് 6,25,000 ആണ് ഈ വണ്ടിയുടെ പ്രൈസിങ് നമ്മൾ ചെയ്തിട്ടുള്ളത്. 6,25,000 രൂപയാണ് ഈ വണ്ടിയുടെ പ്രൈസിങ് നമ്മൾ ചെയ്തിട്ടുള്ളത്. വണ്ടി ഷോറൂമിൽ അവൈലബിൾ ആണ്. BS6 എഡിഷനിൽ വരുന്ന ഈ വണ്ടി 2021 മാനുഫാക്ചർ 2022 രജിസ്റ്റേർഡ് ആണ് ഈ വണ്ടി വരുന്നത്. 4000 കിലോമീറ്റേഴ്സ് മാത്രം ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടിയാണ് നമ്മുടെ സ്റ്റോക്കിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. ഈ വണ്ടി KL രജിസ്റ്റേർഡ് ആണ്. ഈ വണ്ടിയുടെ പ്രൈസിങ് നമ്മൾ ചെയ്തിട്ടുള്ളത് 9.50 9,50,000 രൂപയാണ് ഈ വണ്ടിയുടെ പ്രൈസ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഈ വണ്ടിക്ക് ഫൈനാൻസിങ് അവൈലബിൾ ആണ്. സോ ഗൈസ്, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഷോറൂമിലേക്ക് വരാം, നിങ്ങൾ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങളെ വണ്ടി സ്വന്തമാക്കാം. സോ ഗൈസ്, ഈ വീഡിയോ ഇതാ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള സ്ക്രാംബ്ലർ ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നു. അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഷോറൂം വിസിറ്റ് ചെയ്യുക. ഹെൽമെറ്റഡ്സ് കോട്ടക്കൽ നമ്മുടെ ലൊക്കേഷനും അതേപോലെ തന്നെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കാര്യങ്ങൾ നമ്മൾ അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ കാണാം. Until then, bye.